തീരുമാനമെടുക്കുകയും ചില പ്രകാരം കർത്താവേ ഹാലലൂയ 3 പേർക്ക് ജ്ഞാനസ്നാനം എടുക്കുവാൻ കൊടുക്കാൻ പോകുന്ന സ്തോത്രം പിതാവേ ആണ്ടവരെ സ്തോത്രം പിതാവേ നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിലാകുന്ന ചൊവ്വിപ്പോ ഹാലലൂയ കടന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഒപ്പുകൊടുപ്പോ ഹാലലൂയ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിനമാക്കി ഇന്നത്തെ ഹാലലൂയ ശുശ്രൂഷ മാറ്റത്തിലാകുന്നു ചൊവ്വിപ്പോ ഹാലലൂയ യേശു ക്രിസ്തു ജ്ഞാനസ്നാനം എടുക്കുന്ന സമയത്ത് സ്വർഗം തുറന്ന് പ്രാവുന്ന പോലെ പരിശുദ്ധാവി ഇറങ്ങി വന്നപടി ഹാലലൂയ ഇന്ന് പകൽക്കാലം ജ്ഞാനസ്നാനം എടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിനാக அவங்களோட மேல் நிறைக்கிறதுக்காக புது சக்தியாலும் புத்தன் கிரியாலும் நிறைக்கிறதுக்காக ஜெபிப்போ எல்லாருக்கும் நம்ம ஜெபிப்போ ஹalleluya உதவர பஷ்கலதரகன ரிகனகனகனகன ரிகமானதினா லகஷகனதரகனகன ஹalleluya ஸ்தோத்திரம் பிதாவே நடക്കുന്ന ശുശ്രൂഷ അനുഗ്രഹത്തിനാக നമ്മൾ എല്ലാവരും ജെപിക്കുമ്പോൾ കർത്താവേ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ മനോഹരമായ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ദൈവമായ കർത്താവെ നിന്നിൽ ആശ്രയിച്ച് കർത്താവ് നിന്റെ ദാസനെടുത്തിരിക്കുന്ന തീരുമാനത്തെ അവിടെ നിന്ന് വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ സ്വർഗവും സന്തോഷിക്കുന്ന ദിവസമാക്കി അവിടെ നിന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും അവിടുത്തെ നാമമഹത്വത്തിനും നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് കാരണമായി തീരുവാൻ അവിടെ സഹായിക്കണമേ ദൈവമായ കർത്താവെ ഓരോ ആത്മാവ് നിന്നോട് ചേരുമ്പോഴും ഓരോ ആത്മാവ് നിന്റെ സന്നിധിയിലേക്ക് വരുമ്പോഴും കർത്താവെ സമ്പുടം സന്തോഷിക്കുന്നതായിരിക്കാൻ ദൈവമായ കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം എടുക്കുന്ന 3 പേരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കർത്താവെ ജീവിതം ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്കും രാജ്യത്തിന്റെ സന്തോഷിക്കും കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ വാഴണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവക്കായി സ്തോത്രം ഞങ്ങൾക്കായി ജനം യേശുവിന്റെ നാമത്തിൽ തന്നെ ക്ലാസ്സുകളെല്ലാം എടുത്തിരിക്കുന്നത് എന്നാലും 1-2 വാക്യങ്ങൾ മറ്റും പഠിച്ചെടുത്തപ്രമായിട്ട് നമ്മുടെ ജ്ഞാനസ്നാനത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ ഒരാൾക്ക് പഠിച്ചു പോകും. അടുത്ത ആൾ ഗലേഷ്യൻസ് ചാപ്റ്റർ 3:27, പിന്നെ ഒരാൾ ഗലേഷ്യൻസ് ചാപ്റ്റർ 3:27 6:1 മുതൽ பெருகும்படிக்கு பாவத்திலே நிலைநிற்கலாம் என்று சொல்வோமா? கூடாதே. பாவத்துக்கு மரித்த நாம் இனி அதிலே எப்படி பிழைப்போம்? கிறிஸ்து இயேசுவுக்குள்ளாக ஞானஸ்நானம் பெற்ற நாம் அனைவரும் அவருடைய மரணத்துக்குள்ளாக ஞானஸ்நானம் பெற்றதை அறியாமல் இருக்கிறீர்களா? மேலும் பிதாவின் மகிமையினாலே கிறிஸ்து மரித்தோரிலிருந்து எழுப்பப்பட்டது போல நாமும் புதிதான ஜீவனுள்ளவர்களாய் நடந்து கொள்ளும்படிக்கு அவருடைய மரணத்திற்குள்ளாகும் ஞானஸ்நானத்தினாலே கிறிஸ்துவுடனே கூட அடக்கம் பண்ணப்பட்டோம். ஆதலால் அவருடைய மரணத்தின் சாயலில் நாம் இணைக்கப்பட்டவர்களானால் அவர் உயிர்த்தெழுதலின் சாயலிலும் இணைக்கப்பட்டிருப்போம். நாம் இனி பாவத்துக்கு ஊழியம் செய்யாதபடிக்கு பாவ சரீரம் ஒழித்து போகும் பொருட்டாக நம்முடைய பழைய மனுஷன் அவரோட கூட சிலுவையில் அறையப்பட்டதென்று அறிந்திருக்கிறோம். மரித்தவன் பாவத்துக்கு நீங்கி விடுதலையாக்கப்பட்டிருக்கிறானே. ஆகையால் கிறிஸ்துவுடனே கூட நாம் மரித்தோமானால் அவருடனே கூட பிழைத்தும் இருப்போம் என்று நம்புகிறோம். மரித்தோர்ந்து எழுந்து கிறிஸ்து இனி மரிப்பதில்லை என்று அறிந்திருக்கிறோம். மரணம் இனி அவரை ஆண்டு கொள்வதில்லை. அதில் மரித்தது Galatians chapter 3:27, 28, 29 அது நம்ம படிச்சோம். எலெக்ஷன் Galatia 3:27, 28, 29 கொரிந்தியர் பக்கத்துல ஏனெனில் உங்களில் கிறிஸ்துவுக்குள்ளான ஞானஸ்நானம் பெற்றவர்கள் எத்தனை பேரோ அத்தனை பேரும் கிறிஸ்துவுக்கு தரித்து கொண்டீர்களே. யூத என்னும் கிரேக்கர் என்றும் இல்லை, அடிமை என்றும் சுவேதீனம் என்றும் இல்லை, ஆண் என்றும் பெண் என்றும் இல்லை,
நீங்கள் எல்லோரும் கிறிஸ்து இயேசுவுக்கும் ஒன்றாய் இருக்கிறீர்கள். நீங்கள் கிறிஸ்துவனுடையவர்களா, ஆனால் ஆபிரகாமின் சந்ததியாராயும் வாக்கு தத்தங்களின்படியே சுதந்திரமாகவும் இருக்கிறீர்கள். வார்த்தைகளால் தேவன் அனுகிரகிக்குமாறாகட்ட விசேஷால் கூடி வந்திருக்கின்ற எல்லாவரையும் இயேசு கிறிஸ்துவின் அன்பின் நாமத்தில் நன்றி செலுத்துகிறேன். இந்த வருஷத்தை അനുഗ്രഹിക്കുന്ന ഒരു പാട്ട് പാടി കൊടുത്താം. இப்படி பாடுவேனா என் இயேசு எனக்கு செய்தது ஆயுள் முழுவதும் என் கர்த்தருக்காய் ஆத்துமாதாயம் செய்வேன். ஆயுள் முழுவதும் என் கர்த்தருக்காய் ஆத்துமாதாயம் செய்வேன். ஒரு வழி அடையும் போது புது வழி திறந்த தேவா, ஒரு வழி அடையும் போது புது வழி திறந்த தேவா, திறந்த வாசலை என் வாழ்க்கையில் அடையாத ஆண்டவரெங்கோ, திறந்த வாசலை என் வாழ்க்கையில் அடையாத ஆண்டவரெங்கோ. எப்படி பாடுவேன் நான் என் இயேசு எனக்கு செய்தது ஆயுள் முழுவதும் என் கர்த்தருக்காய் ஆத்துமாதாயம் செய்வேன். ஆயுள் முழுவதும் என் கர்த்தருக்காய் ஆத்துமாதாயம் செய்வேன். ഞങ്ങൾ അധികമായി നേസിക്കുന്ന കർത്താവേ, നന്ദിയോടെ അങ്ങേ வாழ்த்துகிறேன், സ്തുതിக்கிறேன் പിതാവേ. ഹല്ലേലൂയ. ഈ ജ്ഞാനസ്നാന കുളത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകിയതിനാக സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്വർഗം സന്തോഷിക്കുന്നതിനാக നന്ദി പിതാവേ. ഹല്ലേലൂയ. ജ്ഞാനസ്നാനം എടുക്കുന്നവർ അങ്ങയുടെ മക്കളെ തിരുരങ്ങളിലേക്ക് ഒപ്പുകൊടുக்கிறேன். ആണ്ടവരെ ആശീർവദിക്കുന്നതിനാக സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. ശുശ്രൂഷകൾ അനുഗ്രഹകരമാക്കി മാറ്റുന്ന കൃപയ്ക്കാக നന്ദി. സകല ഘനവും മഹിമയെല്ലാം അങ്ങേക്ക് സ്വൽത്തുகிறேன். യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അരുൺ தண்ணி வச்சேன். സുരക്ഷകനല്ലയോ ഹരിദാ വരുന്നരിദാ വരുന്നേ സുരക്ഷകനല്ലയോ പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. ഹല്ലേലൂയ. ഈ സഹോദരനായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഈ അരുണായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, എടുത്തിരിക്കുന്ന തീരുമാനത്തിനായി സ്തോത്രം പിതാവേ. അങ്ങയുടെ മകനായി തീരുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട അങ്ങനെ മകനായി തീരുവാൻ ദൈവം കൃപ നൽകിയതിനാக നന്ദി കർത്താവേ. അങ്ങയുടെ സാക്ഷികളുടെ വചനത്തിൻ പ്രകാരം ജ്ഞാനസ്നാനം എടുക്കുവാനുള്ള തീരുമാനത്തെ എടുക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിയതിനാக നന്ദി സ്തുതിക്കുന്നു പിതാവേ. അങ്ങയുടെ മകനെ ആശീർവദിക്കുന്നതിനാக സ്തോത്രം. സ്വർഗം സന്തോഷിക്കുന്ന കൃപയ്ക്കാக നന്ദി പിതാവേ. തന്റെ പേരിൽ നോട്ടപ്പെടുന്ന അന്ധകാര ക്രിയകള് ഏതെങ്കിലും പൈശാചിക ക്രിയകളുടെ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന കർത്താവേ. സ്വർഗം സന്തോഷിക്കുന്നതിനാக നന്ദി. ഇന്ന് പകൽക്കാലം ജ്ഞാനസ്നാനം എടുക്കുമ്പോൾ തന്റെ வாழ்க்கைയിൽ ഒരു സന്തോഷം, നിമ്മതി, സമാധാനം, ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം കർത്തന്റെ സാക്ഷിയായി വാഴുക നൽകിയ നയിക്കുന്നതിന് ആവശ്യമായ കൃപ ഉയരത്തിന് ദാനം ചെയ്യുന്ന കൃപയ്ക്കാக നന്ദി പിതാവേ. നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പരലോകത്തിലെ മഹിമകളെ വിട്ട് ഈ താണ ലോകത്തിലേക്ക് കടന്നു വന്ന് 33 വർഷക്കാലം ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഉയരോടിരിക്കുന്ന കർത്തനായ യേശുവിൽ അത് നമ്പിക്കിടുക. ഈ കർത്തർക്കാக ജീവിതം ഒപ്പുകൊടുക്കുക. അന്ത്യത്തോളം ഈ കർത്തർക്കാக ജീവിക്കുവാൻ തക്കണം തീരുമാനമെടുക്കുക. നിന്റെ വിശ്വാസത്തിന്റെയും തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ